Good morning students. Design of beamsile ഒരു numerical problem നമുക്ക് solve ചെയ്യാം. So first question is design a simply supported beam of span 5 meter carrying a reinforced concrete floor capable of providing lateral restraint to the compression flange, top compression flange subjected to UDL, uniformly distributed load of 20 kilonewton per meter, imposed load and 20 kilonewton per meter dead load. Assume Fe Fortin grade steel. Okay, so this is the question. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയെന്ന് ആദ്യം മനസ്സിലാക്കണം. അതുപയോഗിച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ ലെക്ചറിൽ പഠിച്ച എല്ലാ പ്രൊവിഷൻസും കാര്യങ്ങളും മനസ്സിലോർക്കുക. IS കോഡിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്വം. ഓക്കെ, സോ ദിസ് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 5 മീറ്റർ സ്പാനുള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഓക്കെ, അത് എങ്ങനെയുള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്? സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് തന്നിട്ടുണ്ട്. സപ്പോർട്ടഡ് ബീം, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു UDL ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, UDL ഏതൊക്കെ തരം UDL ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ UDL ഉണ്ട്? നമുക്കൊരു ഇമ്പോസ്ഡ് ലോഡ് ഉണ്ട്, നമുക്കൊരു ഡെഡ് ലോഡ് ഉണ്ട്. ഇമ്പോസ്ഡ് ലോഡ് അഥവാ ലൈവ് ലോഡും തന്നിട്ടുണ്ട്, ഡെഡ് ലോഡും തന്നിട്ടുണ്ട്. ഓക്കെ, ലൈവ് ലോഡ് 20 kilonewton per meter, ഡെഡ് ലോഡും 20 kilonewton per meter. രണ്ടും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ് ആണ്, UDL ആണ്. ഓക്കെ, ഇനി അടുത്ത വേറെന്ത് തന്നിട്ടുണ്ട്? അടുത്തത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഇറ്റ് ക്യാരീസ് എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോർ കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് ലാറ്ററൽ റെസ്ട്രെയിൻറ്റ്. അതാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ പഠിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീമാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ആ ബീമിനെ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോറുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഭാഗമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ടോപ്പ് കംപ്രഷൻ ഫ്ലാഞ്ചാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് ലാറ്ററൽ റെസ്ട്രെയിൻറ്റ്, ലാറ്ററൽ സപ്പോർട്ടിങ് അല്ലെങ്കിൽ ലാറ്ററൽ റെസ്ട്രെയിൻറ്റ് ഇരുവശങ്ങളിൽ കൊടുക്കുകയും ഹെൻസ് ദിസ് ബീം ഈസ് നത്തിങ് ബട്ട് എ ലാറ്ററലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ബീം എന്ന് പറയുന്നത് ലാറ്ററലി സപ്പോർട്ടഡ് ബീമാണ് ഡിസൈൻ ചെയ്യണം. ലാറ്ററലി സപ്പോർട്ടഡ് ബീം to be designed. Okay, to be designed. Okay, അപ്പോൾ ലാറ്ററലി സപ്പോർട്ടഡ് ബീമാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് കിട്ടി. പിന്നെ വേറെ എന്ത് തന്നിട്ടുണ്ട്? Fe Fortin ഗ്രേഡ് പ്ലേറ്റാണ്. Fe Fortin ഗ്രേഡിലുള്ള സ്റ്റീൽ ബീമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ,
FE 410 ഗ്രേഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാവണം ഈ ലാറ്ററലി സപ്പോർട്ടഡ് ബീമായ 5 മീറ്റർ സ്പാനുള്ള ബീം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എഴുതിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊസീജിയർ തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ് പോകുന്നത്. ഏതൊക്കെ പ്രൊവിഷൻസ് റെഫർ ചെയ്യണം, എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റെപ്പ് 1 ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഫാക്ടേർഡ് ലോഡ്സ്. ഇപ്പോൾ ലോഡ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റോ ലോഡുകളാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിൽ സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ള ലോഡായ വർക്കിംഗ് ലോഡ്സാണ് ഇവിടെ നമ്മൾ എഴുതിയെടുത്തത്, ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഈ ലോഡുകൾക്ക് വേണ്ടിയല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വി ഹാവ് ടു ഫാക്ടർ ദിസ് ലോഡ്സ്. ഈ ലോഡുകളെല്ലാം ഫാക്ടർ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഡിസൈൻ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനെ ഡിസൈൻ ആവശ്യത്തിന് യൂസ് ചെയ്യേണ്ടത്. സോ ഫാക്ടേർഡ് ലോഡുകൾ ആയ ഡെഡ് ലോഡും ലൈവ് ലോഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് IS 800 എടുക്കുക. IS 800 നമ്മൾ ഓൾറെഡി നമുക്കറിയാം. IS 800 പേജ് നമ്പർ 29 ടേബിൾ 4 റെഫർ ചെയ്യുക. പേജ് നമ്പർ 29 ടേബിൾ 4 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് ക്രെയിൻ ലോഡ്. അങ്ങനെ 3 കോമ്പിനേഷൻസ് വരുമ്പോൾ നമ്മുടെ കേസിൽ ക്രെയിൻ ലോഡുകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് മാത്രമേ ഉള്ളൂ, ക്രെയിൻ ലോഡില്ല. അപ്പോൾ മറ്റെല്ലാ കേസിലും വിൻഡ് ലോഡും എർത്ത്ക്വേക്ക് ലോഡുകളും ആയിട്ടൊക്കെ ചേർത്ത് ഇറക്ഷൻ ലോഡുകളും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള കേസാണ്. നമ്മളെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ടേബിൾ 4 പേജ് നമ്പർ 29 റെഫർ ചെയ്യുക. അതിൽ ഡെഡ് ലോഡും ലൈവ് ലോഡും ഉള്ള കേസ് ചൂസ് ചെയ്യുക. അതിൽ ഡെഡ് ലോഡിന് കൊടുക്കേണ്ട ഫാക്ടർ 1.5, ലൈവ് ലോഡിന് കൊടുക്കേണ്ട ഫാക്ടർ ദറ്റ് ഈസ് 1.5. ഓക്കെ, ലൈവ് ലോഡും ഡെഡ് ലോഡും വരുന്ന കേസിൽ ചൂസ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഡെഡ് ലോഡിനുള്ള ഫാക്ടർ 1.5, ലൈവ് ലോഡിനുള്ള ഫാക്ടർ 1.5. സോ അത് ഉപയോഗിച്ച് വേണം നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഫാക്ടേർഡ് ലോഡ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഫാക്ടേർഡ് ഡെഡ് ലോഡ് എഴുതാം. ദറ്റ് ഈസ് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡെഡ് ലോഡ് ആയിരിക്കണം. സോ 1.5 × 20 വിൽ ഗിവ് യു 30 kN/m. ആൻഡ് ഫാക്ടേർഡ് ലൈവ് ലോഡ് ഈസ് ഈക്വൽ ടു 1.5 × ലൈവ് ലോഡും 20 തന്നെയാണ്, 30 kN/m. ഓക്കെ, സോ ഈ ഡെഡ് ലോഡ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനെ ഈ ബീമിൻ്റെ മുകളിൽ ഈ ബീമിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോറാണ്. അപ്പോൾ ആ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോറിൻ്റെ ലോഡാവണം പെർമനൻ്റ് ആയിട്ട് ആ ബീമിൽ വരാൻ സാധ്യതയുള്ള ഒരു ഡെഡ് ലോഡ്. പിന്നെ അതിന് മുകളിൽ ആളുകൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് വയ്ക്കുമ്പോഴോ ഉണ്ടാകുന്ന അഡീഷണൽ ഇമ്പോസ്ഡ് ലോഡ് അല്ലെങ്കിൽ ലൈവ് ലോഡ് എന്ന് പറയുന്നതും 20 kN ആണെന്ന് തന്നിട്ടുണ്ട്. അതിനെ ഫാക്ടർ ചെയ്ത് നമ്മൾ 30 kN എന്ന് ഇവിടെ കിട്ടി. അപ്പോൾ ഡെഡ് ലോഡും ലൈവ് ലോഡും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ബീമിൻ്റെ സ്വന്തം വെയിറ്റ്, ദാറ്റ് ഈസ് സെൽഫ് വെയിറ്റ്, നമ്മളിവിടെ ഒരിടത്തും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു സെൽഫ് വെയിറ്റ് അസ്യൂം ചെയ്യാം. നമ്മൾ ഏത് ബീമാണ് ചൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ജസ്റ്റ് ആഡ് ദ സെൽഫ് വെയിറ്റ് ഓഫ് ബീം, അതിനെയും ആഡ് ചെയ്യാം. ഓക്കെ, സെൽഫ് വെയിറ്റ് ഓഫ് ബീമിനെയും ഫാക്ടേർഡ് സെൽഫ് വെയിറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, ഫാക്ടേർഡ് സെൽഫ് വെയിറ്റ് ഓഫ് ബീം അത് അപ്രോക്സിമേറ്റ് ആണ്. അതും നമുക്ക് അപ്രോക്സിമേറ്റ് എടുക്കുന്നത് 1 kN/m ആണ്. ഒരു മീറ്ററിൽ 1 kN വരുന്ന ബീമാണെന്നാണ് നമ്മൾ അതിൻ്റെ സെൽഫ് വെയിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. സോ സെൽഫ് വെയിറ്റ് ഓഫ് ദ ബീം ഈസ് അസ്യൂം ടു ബി 1 kN/m. സിൻസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഫാക്ടേർഡ്,
1.5. ഡെഡ് ലോഡ് തന്നെയാണ് ഇതും. സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നതും ഒരു ഡെഡ് ലോഡ് തന്നെയാണ്. സോ ഡെഡ് ലോഡിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നെയാണ് ഇവിടെയും എടുക്കേണ്ടത്. സോ 1.5 into 1 will give you 1.5 kN/m. ഓക്കെ. സോ ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് നമുക്ക് എത്ര കിട്ടും? will give you 30 plus 1.5, that is 61.5 kN/m. ഓക്കെ. സോ ദിസ് ഈസ് എ ടോട്ടൽ ഫാക്ടേർഡ് ലോഡ്. അപ്പോൾ മനസ്സിലായല്ലോ, ഫാക്ടേർഡ് ലോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലോഡുകളെ ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ബീം ഡിസൈൻ ചെയ്യുമ്പോൾ ആ ബീമിൻ്റെ സ്വന്തം വെയിറ്റും കൂടെ ആ ഭാരവും കൂടെ അത് ചുമക്കേണ്ടതാണ്. ആ വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇനി അസ്യൂം ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വി അപ്രോക്സിമേറ്റ് ദ സെൽഫ് വെയിറ്റ് ഓഫ് ബീം ആസ് 1 kN/m ആൻഡ് ഇറ്റ് ഈസ് ടു ബി ഫാക്ടേർഡ്. അതുകൊണ്ട് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് വി ഗോട്ട് 1.5 kN/m. അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ ഫാക്ടേർഡ് ലോഡ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊമെൻറ്റ് to be resisted by the beam. Moment to be resisted by the beam. അപ്പോൾ നമുക്ക് ലോഡ് കിട്ടി. അതിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഒരു ബീം ആകുമ്പോൾ അതിന് രണ്ട് രീതിയിലുള്ള ഇൻറ്റേർണൽ സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ്, മറ്റേത് ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതാണ് നമ്മൾ ആദ്യം ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ആ മൊമെൻറ്റ്, ഈ ലോഡ് കാരണം ബീമിൽ വരാൻ സാധ്യതയുള്ള പരമാവധി ബെൻഡിങ് മൊമെൻറ്റ് എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു UDL വരുന്ന സമയത്ത് അതിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. ഓക്കെ, WL²/8 ആണ് മാക്സിമം മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ ബീം. സോ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ് എന്ന് പറയുന്നത് MU ഈസ് ഈക്വൽ ടു WL²/8. WL²/8. W എത്രയാണ് നമുക്കറിയാം, ഫാക്ടേർഡ് ലോഡാണ്, പെർ മീറ്റർ ലെങ്ത് ആണ്. അതുകൊണ്ട് W സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 61.50 ഇൻറ്റു L എന്ന് പറയുന്ന സ്പാൻ ആണ്, ദാറ്റ് ഈസ് 5² / 8. സോ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അത് ചെയ്യാം. 61.5 ഇൻറ്റു 5² / 8 will give you 192.19 kN/m. ഇത്രയും മൊമെൻ്റാണ് നമ്മുടെ ബീം, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ബീം റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, 192 kN/m മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബീം സെക്ഷൻ. ബീം സെക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യും. നമ്മൾ ഒരു സ്യൂട്ടബിളായിട്ടുള്ള ബീം സെക്ഷനെ നമ്മൾ തിരഞ്ഞെടുക്കണം. യു ഹാവ് ടു ഐഡൻറ്റിഫൈ ഓർ യു ഹാവ് ടു ചൂസ് എ സ്യൂട്ടബിൾ ബീം സെക്ഷൻ. സോ ചൂസിങ് എ സ്യൂട്ടബിൾ ബീം, ഒരു ബീമിനെ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ബീം റെസിസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യേണ്ടത് എത്രയാണെന്ന് അറിയാം. പക്ഷേ നമുക്കൊരിക്കലും ആ ബീം റെസിസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ബീമിൻ്റെ ഐഡൻറ്റിറ്റി, ആ ഒരു ബീം എന്ന് പറയുമ്പോൾ ആ ബീമിന് ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു സെക്ഷൻ മോഡുലസ് ഉണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ടേംസും നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ അതിലേതെങ്കിലും അതിൻ്റെ ക്രോസ് സെക്ഷണൽ പാരാമീറ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാല്യൂ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന ബീം ചൂസ് ചെയ്യാം എന്ന് ഇപ്പോഴത്തെ സ്റ്റേജിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സിൻസ് വി നോ ഓൺലി ദ മൊമെൻറ്റ് ടു ബി റെസിസ്റ്റഡ്, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് അറിയാമെങ്കിൽ നമുക്ക് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാം. ഓക്കെ, സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എടുക്കേണ്ട പേജ് നമ്പർ 53 എടുക്കുക. ഓക്കെ, പേജ് നമ്പർ 53 ചൂസ് ചെയ്യുക. ഓക്കെ, പേജ് നമ്പർ 53 ഇവിടെ കാണാമല്ലോ. പേജ് നമ്പർ 53-ൽ ക്ലോസ് 8.2.1.2 ഇതാണ് നമ്മളെ ഇപ്പോൾ കൺസേൺ ചെയ്യുന്ന ഇക്വേഷൻ. ഇവിടെ ഒരു ലാറ്ററലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ ലാറ്ററലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഒരു സബ്സെക്ഷനാണ് ഈ പറയുന്ന ക്ലോസ് 8.2.1.2. ഓക്കെ,
അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ബീം എന്ന് പറയുന്നത് ലാറ്ററലി സപ്പോർട്ടഡ് ബീമാണ്. അങ്ങനെയുള്ള ഒരു ലാറ്ററലി സപ്പോർട്ടഡ് ബീമിൻ്റെ ബെൻഡിങ് സ്ട്രെങ്ത്, ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്തിൻ ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷനാണ് പേജ് 53 ക്ലോസ് 8.2.1.2 പറയുന്നത് എം ഡി ഈസ് ഈക്വൽ ടു ബീറ്റ ബി ഇൻറ്റു സെഡ് പി ഇൻറ്റു എഫ് വൈ ഡിവൈഡഡ് ബൈ ഗാമ എം ഒ. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് അതിനകത്ത് പറയുന്നത്, ഇത്രയും ടേംസ് ഉണ്ട്. അതിൽ ഓരോ ടേംസും എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ഇക്വേഷൻ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടെ ഒന്ന് ഓർക്കുക. When the factored design shear force does not exceed 0.6 VD, അതായത് വി ഡി എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന സെക്ഷൻ്റെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ആണ്. അത് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, ആ വി ഡിയുടെ 60%, അതായത് 0.6 ടൈംസ് വി ഡിയേക്കാളും കുറവാണ് അപ്ലൈ ചെയ്ത ഷിയർ ഫോഴ്സ്. അതായത് എക്സ്റ്റേണൽ ലോഡ് കൊണ്ടുള്ള ഷിയർ ഫോഴ്സ് 60% ഓഫ് ഡിസൈൻ ഷിയർ സ്ട്രെങ്തിനേക്കാളും കുറവാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാൻ നിർവാഹമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് സെഡ് പി എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇസഡ് പി എന്നുള്ള വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അവസാനം നമുക്ക് വി ഡി എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് യു ടേക്ക് ദിസ് ഇക്വേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് വാല്യൂസ് വിച്ച് യു നോ റൈറ്റ് നൗ ആൻഡ് ഡിറ്റർമിൻ ദ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഇസഡ് പി. ഇസഡ് പി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് പറയുമ്പോൾ it depends upon the cross section of that beam at failure. പ്ലാസ്റ്റിക് മൊമെൻറ്റ് റീച്ച് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ക്രോസ് സെക്ഷണൽ പാരാമീറ്റേഴ്സുമായിട്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഇസഡ് പി കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം. ഓക്കെ, സോ ഐ ആം റൈറ്റിംഗ് ദാറ്റ് ഇക്വേഷൻ. നമുക്ക് ആ ഇക്വേഷൻ എഴുതി തന്നെ തുടങ്ങാം. എം ഡി ഈസ് ഈക്വൽ ടു ബീറ്റ ബി ഇൻറ്റു സെഡ് പി ഇൻറ്റു എഫ് വൈ ഡിവൈഡഡ് ബൈ ഗാമ എം ഒ. അപ്പോൾ ഈ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടി? നമുക്ക് ക്ലോസ് 8.2.1.2 നിന്ന് കിട്ടിയ ഇക്വേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇസഡ് പി ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും നമുക്ക് അറിയാം. ഓക്കെ, സോ ഇസഡ് പി ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇസഡ് പി മാത്രം ഒരിടത്ത് നിർത്തിയിട്ട് ബാക്കി എല്ലാ ടേംസിനെയും മറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എം ഡി ഇൻറ്റു ഗാമ എം ഒ ഡിവൈഡഡ് ബൈ ബീറ്റ ബി ഇൻറ്റു എഫ് വൈ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാവുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാട്ട് ഈസ് എം ഡി? എം ഡി എന്ന് പറയുന്നത് ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് ആണ്. അത് നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയാം മൊമെൻ്റ് റെസിസ്റ്റ് ചെയ്യേണ്ട, ഈ ബീം റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻ്റ് എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് ആ ബീമിൻ്റെ സ്ട്രെങ്ത് എത്രയെന്ന് അറിയില്ല. അത് റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻ്റ് എത്രയെന്ന് അറിയാം. അപ്പോൾ മിനിമം ഈ മൊമെൻ്റെങ്കിലും ആ ബീമിൻ്റെ സ്ട്രെങ്ത് ആണെങ്കിൽ മാത്രമേ ഈ ബീമിന് ആ പറയുന്ന ലോഡ്, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വി അസ്യൂം ദാറ്റ് എം ഡി ഈസ് ഈക്വൽ ടു എം യു ആൻഡ് വി ടേക്ക് ദിസ് വാല്യൂ ഹിയർ. അവിടെ അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എം ഡി എന്ന് പറയുന്നത് 192.19 കിലോ ന്യൂട്ടൺ മീറ്ററാണ്. അതിനെ ന്യൂട്ടൺ മില്ലിമീറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇൻറ്റു 10⁻6 ഇൻറ്റു വാട്ട് ഈസ് ഗാമ എം ഒ? ഗാമ എം ഒ എന്ന് പറയുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഗാമ എം ഒയുടെ വാല്യൂ ദാറ്റ് ഈസ് 1.1. ഓക്കെ, ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ബീറ്റ ബി? ബീറ്റ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിലല്ല, നമ്മുടെ IS കോഡിൽ തന്നിട്ടുണ്ട്. ബീറ്റ ബി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോമ്പാക്റ്റ് സെക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സോ നമ്മൾ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കോമ്പാക്റ്റ് സെക്ഷനുമായിട്ട് മാത്രമേ ഈ സെക്ഷനെ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു വാട്ട് ഈസ് എഫ് ഐ? ഈൽഡ് സ്ട്രെങ്ത്. ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, സിൻസ് വി മേക്ക് യൂസ് ഓഫ് FE 410 ഗ്രേഡ് സ്റ്റീൽ, അവിടെ ആവശ്യമുള്ള മിനിമം ഈൽഡ് സ്ട്രെങ്ത്, മിനിമം FY നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇറ്റ് ഷുഡ് ബി 250 Nm/mm². ഓക്കെ, നമുക്കതറിയാം. സോ ഇറ്റ് ഈസ് 250 ഹിയർ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൻ മോഡുലസ് കിട്ടും.
ഇൻ മില്ലിമീറ്റർ ക്യൂബിലാണ് സെക്ഷൻ മോഡുലസ് കിട്ടുക. സോ 192.19 ഇൻറ്റു 10⁶ ഇൻറ്റു 1.1 ഡിവൈഡഡ് ബൈ 250 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 8,45,636. Okay, so it is something like 846 എന്നെടുക്കാം. 846 ഇൻറ്റു 10⁻³ മില്ലിമീറ്റർ ക്യൂബാണെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, 846 ഇൻറ്റു 10⁻³ എന്ന് എടുക്കാം. ഇതിനെ റൗണ്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. 8,45,636 ഞാൻ ഏകദേശം 8,46,000 ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇൻറ്റു 10⁻³, 846 ഇൻറ്റു 10⁻³ മില്ലിമീറ്റർ ക്യൂബ് എന്നാണ് ഞാൻ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിനെ എടുത്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. ഈ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എങ്കിലും മിനിമമുള്ള ഒരു ബീമിനെ ചൂസ് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ചൂസ് എ ബീം which has a plastic section modulus of 846 into 10⁻³. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമ്മൾ എവിടെ നിന്ന് ചൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കണം. അതും IS കോഡിനെ ആശ്രയിക്കാം. ഓക്കെ, IS കോഡിനെ ആശ്രയിക്കാം. നമുക്ക് ഏറ്റവും എളുപ്പം IS കോഡിൻ്റെ ഏറ്റവും പുറകു വശത്തായിട്ട് വരുന്ന ഒരു പേജുണ്ട്, പേജ് നമ്പർ 138. ഓക്കെ, പേജ് നമ്പർ 138 Annex H, Plastic Properties of Beams. ഓക്കെ, പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ബീംസ്. അപ്പോൾ ഈ പേജ് എല്ലാവരും കാണുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരുപാട് ബീംസിൻ്റെ പ്രോപ്പർട്ടീസാണ്, സെക്ഷണൽ പാരാമീറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെയ്റ്റ് പെർ മീറ്റർ, സെക്ഷണൽ ഏരിയ, ഡെപ്ത്ത്, വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് വെബ്, ഫ്ലാഞ്ചിൻ്റെയും വെബിൻ്റെയും പ്രത്യേകം, പിന്നെ റേഡിയസ് ഓഫ് ജനറേഷൻ, സെക്ഷൻ മോഡുലസ്, പ്ലാസ്റ്റിക് മോഡുലസ്, ZP പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, ഷേപ്പ് ഫാക്ടർ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഈ ഡീറ്റെയിൽസിൽ ഏകദേശം ഒരു നല്ലൊരു ശതമാനം ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റീൽ ടേബിളിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റീൽ ടേബിളിൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസോ ഒന്നും കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയം നമുക്ക് ഇവിടെ ലാഭിക്കാം, ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിസ്റ്റ് ചെയ്യേണ്ട ബീം എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് മിനിമം 846 ഇൻറ്റു 10⁻³ മില്ലിമീറ്റർ ക്യൂബ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും എങ്കിലും ഉള്ള ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉള്ള ഒരു ബീമിനെയാണ് നമ്മൾ ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചൂസ് ചെയ്യും? മില്ലിമീറ്റർ ക്യൂബ് ഇൻറ്റു 10⁻³ മില്ലിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഞാനിവിടെ ചൂസ് ചെയ്യുന്ന ഒരു ബീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ അല്ലേ. ഞാൻ എടുക്കുന്ന ബീം ISLB 350 ആണ്. ISLB 350. ISLB 350യുടെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 851.11 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, 851.11 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മില്ലിമീറ്റർ ക്യൂബിലാണ്. ഓക്കെ, സോ ഈ മില്ലിമീറ്റർ ക്യൂബിനെ നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബിൽ തൽക്കാലം ആക്കാം, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. ഇതിനെ ഡിവൈഡഡ് ബൈ 10⁻³ ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം 10 മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ. അപ്പോൾ 1000 മില്ലിമീറ്റർ ക്യൂബാണ് ഒരു സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഈ 1000 നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും, സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കുമ്പോൾ. സോ 846 സെൻറ്റിമീറ്റർ ക്യൂബാണ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. സോ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് 846 എങ്കിലും മിനിമം ഉള്ള ഒരു സെക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിന് ഇവിടെ ISLB 350 നമ്മൾ നോക്കുമ്പോൾ അതിനുള്ള പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഈസ് 851 ആണ്. 851. ഓക്കെ, സോ 851 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ ആണ്. സോ ഇറ്റ് ഷുഡ് ബി സേഫ്, റീസണബിളി നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോസ് സെക്ഷനാണ്. സോ ഐ ആം ചൂസിങ് ISLB 350
സെക്ഷൻ, ആ സെക്ഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സെക്ഷനെ സംബന്ധിക്കുന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ താഴെ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, കാരണം നമുക്കതെല്ലാം ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ISLB 350 എന്നുള്ള സെക്ഷൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് എഴുതി വയ്ക്കാം. ഓക്കെ, സോ ISLB 350യുടെ സെൽഫ് വെയ്റ്റ് തന്നിട്ടുണ്ട്, വെയ്റ്റ് പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വെയ്റ്റ് പെർ മീറ്റർ എന്ന് പറഞ്ഞിട്ട് ISLB 350യുടെ സെൽഫ് വെയ്റ്റ് ISLB 350 is 49.5 kilogram per meter. 49.5 kilogram per meter. തീർന്നിട്ടില്ല. അടുത്തത് സെക്ഷണൽ ഏരിയ 63.01. അപ്പോൾ ഏരിയ, ഗ്രോസ് ഏരിയ AG ആണ്, ദറ്റ് ഈസ് 63.01 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്ത അതിൻ്റെ ഡെപ്ത് ഓഫ് സെക്ഷൻ. ISLB 350യുടെ ഡെപ്ത് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് 350 തന്നെയാണ് ഡെപ്ത് എന്ന് പറയുന്നത് 350 മില്ലിമീറ്റർ. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ ഫ്ലാഞ്ച് വിഡ്ത്താണ്. ഫ്ലാഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 165 മില്ലിമീറ്റർ. അടുത്ത നമുക്ക് വരുന്നത് ഫ്ലാഞ്ച് തിക്നെസ് ആണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതുക എന്നുള്ളതാണ്. 11.40 മില്ലിമീറ്റർ. അടുത്ത വെബ് തിക്നെസ് ആണ്. ഓക്കെ, വെബ് തിക്നെസ് ആണ് 7.40 മില്ലിമീറ്റർ. ഇനി റേഡിയസ് ഓഫ് ജനറേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളെ സംബന്ധിക്കുന്ന അടുത്ത രണ്ട് കാര്യം, ഒന്നെന്ന് പറയുന്നത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഒന്ന് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും. ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ZE is equal to 751.9 സെൻറ്റിമീറ്റർ ക്യൂബ്. പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമുക്കറിയാം, ഇറ്റ് ഈസ് 851.1 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഷേപ്പ് ഫാക്ടർ നിർബന്ധമില്ല, എഴുതണം. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇത്രയും എഴുതിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പർപ്പസ് ഉണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഈ സെക്ഷനെ നമ്മളിനി നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. നമുക്ക് ഈ സെക്ഷൻ ഉപയോഗിച്ച് ഈ പറയുന്ന ലോഡുകളെല്ലാം റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റും എഴുതി വെച്ചത്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് 3 സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്ഷനെ സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത വി ഷുഡ് ഐഡൻറ്റിഫൈ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദിസ് സെക്ഷൻ. ഈ സെക്ഷൻ ഏത് കാറ്റഗറിയിലുള്ള സെക്ഷനാണ്, പ്ലാസ്റ്റിക് ആണോ, കോമ്പാക്റ്റ് ആണോ, സെമി കോമ്പാക്റ്റ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത ജോലി. സോ സ്റ്റെപ്പ് 4, ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്ഷൻ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. ഈ സെക്ഷൻ ഏത് കാറ്റഗറിയിൽപ്പെട്ടതെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ സെക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുകയും പിന്നെ സൈറ്റ് കണ്ടീഷനിൽ നമുക്ക് എയർലി ഫെയിലിയേഴ്സ് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലോഡ് അത് സപ്പോർട്ട് ചെയ്യില്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് we must identify to which section, which classification this belongs. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. അതിന് പേജ് നമ്പർ 18 എടുക്കുക. IS കോഡിൽ പേജ് 18 നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർട്ട് കാണാൻ പറ്റും. ഓക്കെ, ടേബിൾ 2 ലിമിറ്റിംഗ് വിഡ്ത്ത് ടു തിക്നെസ് റേഷ്യോ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ ലോക്കൽ ബക്ലിംഗ് ടെൻഡൻസികൾ, ഏതൊരു പ്ലേറ്റ് എലമെൻ്റ് ആണെങ്കിൽ അതിന് ലോക്കൽ ബക്ലിംഗ് നടക്കുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ B/T റേഷ്യോ, ദ വിഡ്ത്ത് ടു തിക്നെസ് റേഷ്യോ. അപ്പോൾ അതുകൊണ്ട് പരമാവധി വരാൻ പാടുള്ള വിഡ്ത്ത് ടു തിക്നെസ് റേഷ്യോയുടെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ്സ് കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ടാണ്, ഒരു ടേബിളാണ് ഇവിടെ കാണുന്നത്. ടേബിൾ 2
പേജ് നമ്പർ 18. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇവിടെയാണുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ എഴുതേണ്ട കാര്യങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇവിടെ നോക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ കൺസേൺഡ് അബൌട്ട് ദി ഐ സെക്ഷൻ. നമ്മൾ ഐ ബീമിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഐ ബീമിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് അതിന് ടോപ്പ് കംപ്രഷൻ ഫ്ലാഞ്ച് ഉണ്ട്, പിന്നെ അതിനൊരു വെബുണ്ട്, ആൻഡ് വി ഹാവ് എ ബോട്ടം ടെൻഷൻ ഫ്ലാഞ്ച്. ഓക്കെ, സോ ഇവിടെ നോക്കുക, അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ദി ഐ ബീം. ഐ ബീമിൻ്റെ ടോപ്പ് കംപ്രഷൻ ഫ്ലാഞ്ച് ഒരു പ്ലേറ്റ് എലമെൻ്റ് ആണ്. ഓക്കെ, സെപ്പറേറ്റ്ലി ഔട്ട്സ്റ്റാൻഡിങ് എലമെൻറ്റ്സ് എല്ലാം പ്ലേറ്റ് എലമെൻറ്റുകളാണ്. അതുപോലെ തന്നെ ബോട്ടം എലമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ബോട്ടം എലമെൻറ്റ്സിനെ അധികം നമ്മൾ ഫോക്കസ് ചെയ്യാറില്ല, ബിക്കോസ് മോർ ചാൻസ് ഓഫ് ലോക്കൽ ബക്ലിംഗ് ഹാപ്പൻസ് ഇൻ ദി ടോപ്പ് കംപ്രഷൻ ഫ്ലാഞ്ച്. ഓക്കെ, പിന്നെ അതിൻ്റെ മറ്റൊരു എലമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റിഫൻഡ് എലമെൻ്റായ ഈ വെബും നമ്മളൊരു പ്ലേറ്റ് എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്ത് അതും സേഫ് ആണെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എല്ലാ പാർട്സും സേഫ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഈ പേജിലെ ആദ്യത്തെ കാറ്റഗറി നോക്കുക. കംപ്രഷൻ എലമെൻ്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എലമെൻ്റ് ഓഫ് കംപ്രഷൻ ഫ്ലാഞ്ച്. അപ്പോൾ ഐ ബീമിൻ്റെ കംപ്രഷൻ ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് ടു തിക്നെസ് റേഷ്യോ പരമാവധി എത്ര വരെയാകാം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ റോൾഡ് സെക്ഷനുമുണ്ട്, വെൽഡഡ് സെക്ഷനുമുണ്ട്. നമ്മളിപ്പോൾ റോൾഡ് സ്റ്റീൽ സെക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. വെൽഡഡ് ആയിട്ടുള്ള പീസ് ബൈ പീസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ചേർത്ത് വെച്ച് വെൽഡ് ചെയ്ത ഒരു ഐ സെക്ഷനെ കുറിച്ചല്ല നമ്മൾ ഈ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. റോൾഡ് സെക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന റോൾഡ് സെക്ഷൻ ആയതുകൊണ്ട് ആ B/T റേഷ്യോ ഏതാണെന്ന് നോക്കുക. ഇവിടെ നോക്കുക, ഇഫ് B/T F ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട റേഷ്യോ. B/T F എന്താണ്? B/T F ഇവിടെ നോക്കുക. B എന്ന് പറയുന്നത് എലമെൻറ്റ് കംപ്രഷൻ ഫ്ലാഞ്ച് അല്ലെങ്കിൽ ടെൻഷൻ ഫ്ലാഞ്ച് എലമെൻറ്റിൻ്റെ ഈ അഡീഷണൽ ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ലെങ്തിനെയാണ് B എന്ന് പറയുന്നത്. TF എന്ന് പറയുന്ന തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. ഓക്കെ, സോ ഔട്ട്സ്റ്റാൻഡിങ് ലെങ്തും തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് തമ്മിലുള്ള റേഷ്യോ ആണ്. ഫ്ലാഞ്ചിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലെങ്തും തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ് ലെങ്ത് ഡിവൈഡഡ് ബൈ ഫ്ലാഞ്ച് തിക്നെസ്. അത് പ്ലാസ്റ്റിക് സെക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 9.4 എപ്സിലൺ. ഓക്കെ, അതിനേക്കാളും കുറവായിരിക്കണം. 9.4 എപ്സിലനേക്കാളും കുറവാണെങ്കിൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ബിലോങ്സ് ടു പ്ലാസ്റ്റിക് കാറ്റഗറി. ക്ലാസ് 1 പ്ലാസ്റ്റിക് സെക്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ 9.4 എപ്സിലനേക്കാളും കൂടുതലാണെങ്കിൽ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 10.5 എപ്സിലൺ ദെൻ വി കോൾ ഇറ്റ് ക്ലാസ് 2 സെക്ഷൻ ഓർ കോമ്പാക്ട് സെക്ഷൻ ആണെന്ന് പറയാം. 10.5 പുറത്താണെങ്കിൽ ഇറ്റ് ഈസ് സെമി കോമ്പാക്ട് സെക്ഷൻ. ഓക്കെ, സോ നമ്മൾ സെമി കോമ്പാക്റ്റ് ഒന്നും പാടില്ല. നമ്മൾ സ്ട്രിക്ട്ലി പറ്റുന്ന ഇടത്തോളം ഇതിനെ പ്ലാസ്റ്റിക് സെക്ഷനായിട്ടോ അല്ലെങ്കിൽ കോമ്പാക്ട് സെക്ഷനായിട്ടോ വേണം ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് പ്ലാസ്റ്റിക് സെക്ഷൻ അല്ലെങ്കിൽ കോമ്പാക്ട് സെക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റീഡിസൈൻ. നമ്മൾ ഈ എടുത്ത് ചൂസ് ചെയ്ത സെക്ഷൻ പോരാ, നമ്മൾ മറ്റൊരു സെക്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും, സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഈദർ പ്ലാസ്റ്റിക് ഓർ കോമ്പാക്ട് സെക്ഷൻ. ഓക്കെ, ഇനി എപ്സിലൻ്റെ കാര്യം പറയാം. എപ്സിലൺ എന്താണെന്ന് ഈ ടേബിളിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. എപ്സിലൺ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 250/FY. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എപ്സിലൺ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഔട്ട്സ്റ്റാൻഡിങ് എലമെൻറ്റ് ഓഫ് കംപ്രഷൻ ഫ്ലാഞ്ച് കണ്ടുപിടിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. സോ നമുക്കത് എഴുതാം. അപ്പോൾ നമ്മളിത് ഫ്രം ടേബിൾ 2 ആണ് ഇത് എടുക്കുന്നത്. ഓക്കെ, ടേബിൾ 2 നമ്മൾ കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് B/TF. B എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഐ സെക്ഷനിൽ നമ്മൾ ചൂസ് ചെയ്ത ഐ സെക്ഷനിൽ B എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ലെങ്ത് ആണ്. പക്ഷേ നമുക്കറിയാമെന്നുള്ളത് ഫ്ലാഞ്ച് വിഡ്ത്ത് 165 മില്ലിമീറ്റർ ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ദിസ് വിഡ്ത്ത്, ഫ്ലാഞ്ച് വിഡ്ത്ത് 165 mm ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നേരെ ഹാഫായ ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഹാഫ് ഓഫ് 165 ആണ് നമുക്ക് ആവശ്യം. ദിസ് ഈസ് B. ഓക്കെ, ഇനി അടുത്തത് ഫ്ലാഞ്ച് തിക്നെസ് 11.4 ആണെന്നറിയാം. ദിസ് ആവറേജ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ് TF. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് B കണ്ടുപിടിക്കാൻ 165 ഡിവൈഡഡ് ബൈ 2. സോ B ഈസ് ഈക്വൽ ടു 165/2. എത്ര കിട്ടും? 165 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 82.5 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ,
82.5 millimeter ആണ് ഇവിടെ എഴുതേണ്ടത്. 82.5 ഡിവൈഡഡ് ബൈ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് TF എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് 11.4. അത് എത്ര വരും? ഈ റേഷ്യോ ആണ് നമുക്ക് പ്രധാനം. ഓക്കെ, 82.5 ഡിവൈഡഡ് ബൈ 11.4 വിൽ ഗിവ് യു 7.24 എന്നാണ് ഈ റേഷ്യോ കിട്ടിയത്. ഓക്കെ, ആൻഡ് വി മസ്റ്റ് ചെക്ക് ഇഫ് ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് സെക്ഷൻ. പ്ലാസ്റ്റിക് സെക്ഷൻ ആണെങ്കിൽ ഇത് 9.4 എപ്സിലനേക്കാളും കുറവായിരിക്കണം. ഓക്കെ, 9.4 എപ്സിലൻ. സോ ഇഫ് പ്ലാസ്റ്റിക് ആണെങ്കിൽ 9.4 എപ്സിലൻ കണ്ടുപിടിക്കണം. 9.4 എപ്സിലൻ. 9.4 ഇൻറ്റു എപ്സിലൻ എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 250/FY ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതെത്രയാണെന്ന് കണ്ടുപിടിക്കാം. 9.4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 250 ഡിവൈഡഡ് ബൈ FI എന്ന് പറയുന്നത് 250 തന്നെയാണ്. FI is 250 Nm/mm². നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഓക്കെ, സോ ഫൈനലി വി ഗെറ്റ് ഇറ്റ് as 9.4 itself. അപ്പോൾ 9.4-നെക്കാളും D/TF കുറവായിരിക്കണം, എങ്കിലേ ഇത് പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റുള്ളൂ. ദിസ് സെക്ഷൻ ക്യാൻ ബി കോൾഡ് പ്ലാസ്റ്റിക് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 9.4. അങ്ങനെയാണോ? യെസ്. സോ ദെയർഫോർ B/TF ഈസ് ലെസ് ദാൻ 9.4 എപ്സിലൺ implies compression flange is a plastic section ആണല്ലോ നമുക്ക് പറയാം. ഓക്കെ, ഫൈൻ. അപ്പോൾ കംപ്രഷൻ ഫ്ലാഞ്ചിൻ്റെ കാര്യമായി. ഇനി വെബിൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കിയിട്ട്, വെബും ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ്, നമുക്ക് ഇതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. സോ വെബ് ഓഫ് ആൻ ഐ സെക്ഷൻ. ഓക്കെ, വെബ് ഓഫ് ആൻ ഐ സെക്ഷൻ. അപ്പോൾ അതിന് വേണ്ടി എടുക്കേണ്ടത് ഈ വെബ് ഓഫ് ആൻ ഐ സെക്ഷൻ്റെ ആദ്യത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസ് അറ്റ് മിഡ് ഡെപ്ത്. ന്യൂട്രൽ ആക്സിസ് ഐ സെക്ഷൻ ഇതൊരു സിമ്മട്രിക്കൽ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ന്യൂട്രൽ ആക്സിസ് എപ്പോഴും ഇതിൻ്റെ ഹാഫ് ഡെപ്തിലൂടെ വേണം കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ന്യൂട്രൽ ആക്സിസ് അതിൻ്റെ മിഡ് ഡെപ്തിലൂടെ അല്ല കടന്നു പോകുന്നതെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഐ സെക്ഷനിലെ ഏതെങ്കിലും ഒരു ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് കുറവാണെങ്കിൽ ഇത് സിമ്മട്രിക്കൽ അല്ല, അപ്പോൾ ദർ ഈസ് എ ഷിഫ്റ്റ് ഇൻ ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അങ്ങനെയുള്ള കേസ് നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഫ്ലാഞ്ചും ഒരേ വിഡ്ത്താണ്. സോ വെബ് ഓഫ് ആൻ ഐ സെക്ഷൻ എടുക്കുമ്പോൾ അവിടെ എടുക്കേണ്ട റേഷ്യോ B/TF അല്ല, D/TW ആണ്. ഓക്കെ, D/TW. അപ്പോൾ എന്താണ് D? ഇവിടെ നോക്കുക. വാട്ട് ഈസ് D? സോ D എന്ന് പറയുന്നത് ഈ കാണുന്ന വെബ് ലെങ്തിൻ്റെ ഇഫക്റ്റീവ് ഡെപ്താണ്. വെബിൻ്റെ ഇഫക്റ്റീവ് ഡെപ്താണ് D. ഓക്കെ, വെബിൻ്റെ ഇഫക്റ്റീവ് ഡെപ്താണ് D. D/TW. TW എന്ന് പറയുന്നത് വെബിൻ്റെ തിക്നെസ്സാണ്. ഓക്കെ, തിക്നെസ് ഓഫ് വെബ്. ഈ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 84 എപ്സിലൺ, 84 എപ്സിലണിനേക്കാളും കുറവാണെങ്കിൽ മാത്രമേ ഇത് പ്ലാസ്റ്റിക് സെക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാം. D/TW. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് D/TW ആണ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആ ഫിഗർ ഒന്നും കൂടെ നീറ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ D എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡെപ്ത് ഓഫ് വെബാണ്. വെബിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത്, അതായത് നമുക്ക് ഫ്ലാഞ്ചിന് ഒരു തിക്നെസ് ഉണ്ട്. ദിസ് ഈസ് ഫ്ലാഞ്ച് തിക്നെസ്. ഓക്കെ, ഇതാണ് ഫ്ലാഞ്ചിൻ്റെ തിക്നെസ്. ഫ്ലാഞ്ച് തിക്നെസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫില്ലറ്റ് പോർഷൻ ഉണ്ട്. ഈ ഫില്ലറ്റ് പോർഷന് ഒരു കർവേച്ചറുണ്ട്. ഈ കർവേച്ചർ ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ ഗ്രാജുവലി ഈ കർവേച്ചർ വന്ന് തീരുന്ന ഈ പോയിൻ്റ് തൊട്ടാണ് നമ്മൾ ഡെപ്ത് ഓഫ് വെബ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഡെപ്ത് ഓഫ് വെബ് എന്ന് പറഞ്ഞാൽ D മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലാഞ്ച് തിക്നെസ്സായ ഈ കാണുന്ന തിക്നെസ് മാത്രം പോരാ, നമുക്ക് ഈ റേഡിയസും കൂടെ കിട്ടണം. വാട്ട് ഈസ് ദിസ് റേഡിയസ്? ഓക്കെ, ഇവിടെയും അതുപോലൊരു റേഡിയസ് കാണും, ഇവിടെയും ഫ്ലാഞ്ച് തിക്നെസ് ഉണ്ട്. ഓക്കെ, സോ ദർ ഈസ് ഫ്ലാഞ്ച് തിക്നെസ്, ദർ ഈസ് സ്മോൾ ടോ റേഡിയസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ടോ റേഡിയസ്, TOE റേഡിയസ്.
അത് ഈ ഫില്ലറ്റിൽ കൊടുക്കുന്ന റേഡിയസാണ്, കർവേച്ചറിൻ്റെ റേഡിയസാണ് ടോ റേഡിയസ്. പിന്നെ ഈ ഡെപ്ത്ത്, വീണ്ടും ടോ റേഡിയസ്, ഇവിടെ തിക്നെസ്, ഇത് മൊത്തം കൂടെ ചേരുമ്പോഴാണ് ടോട്ടൽ ഓവറോൾ ഡെപ്ത്ത് ഓഫ് ബീം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓവറോൾ ഡെപ്ത്ത് 350 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഈ ടോ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. ടോ റേഡിയസ് അറിയാമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഫ്ലാഞ്ചിൻ്റെ തിക്നെസ് 11.4 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇറ്റ് ഈസ് 11.4. രണ്ട് സ്ഥലങ്ങളിലും 11.4 ആണ്. ടോ റേഡിയസ് നമുക്ക് അറിയണം. ടോ റേഡിയസ് കിട്ടുന്നത് നമുക്ക് നമ്മുടെ സ്റ്റീൽ ടേബിളിൽ ISLB 350 എടുക്കുക. അതിനകത്ത് റൂട്ട് റേഡിയസ്, ടോ റേഡിയസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ സോ ഇവിടെ നിങ്ങൾ കാണുന്ന ഇതിനെയാണ് ടോ റേഡിയസ് എന്ന് പറയുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് റൂട്ട് റേഡിയസ്. ഓക്കെ, സോ നമ്മൾ എഴുതിയത് തെറ്റിപ്പോയി. ദിസ് ഈസ് നോട്ട് ടോ, ദിസ് ഈസ് റൂട്ട് റേഡിയസ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് റൂട്ട് റേഡിയസ്. ഇവിടുത്തെ റേഡിയസ് ആയിരുന്നെങ്കിലാണ് നമ്മളതിനെ ടോ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ റൂട്ട് റേഡിയസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 350ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R1 വാല്യൂ എടുക്കുക, 16. ഓക്കെ, 16 ഈസ് ദ റൂട്ട് റേഡിയസ്, 16 മില്ലിമീറ്റർ. ഓക്കെ, ഇവിടെയും 16 മില്ലിമീറ്റർ ഒരു റൂട്ട് റേഡിയസ് വരുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഇവിടെ ടോ റേഡിയസ് എന്നല്ല വിളിക്കുന്നത്, ഇതിനെ വിളിക്കുന്ന പേര് റൂട്ട് റേഡിയസ് ആണ്. ഓക്കെ, സോ സ്റ്റീൽ ടേബിളിൽ നിന്ന് നമുക്ക് റൂട്ട് റേഡിയസ് കിട്ടി. ISLB 350ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് റേഡിയസ് 16 മില്ലിമീറ്റർ. ആ റേഡിയസും കൂടെ നമുക്ക് ഇവിടെ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമ്മളിവിടെ ഒന്നും കൂടെ നോക്കുക. ദിസ് ഈസ് ദ എൻറ്റയർ ഡെപ്ത് ഓഫ് ദ ISLB സെക്ഷൻ. ഈ എൻറ്റയർ ഡെപ്തിൽ ആയ 350 മില്ലിമീറ്ററിൽ രണ്ട് സ്ഥലത്തും ഫ്ലാഞ്ച് തിക്നെസ് ആയ 11.4 സബ്ട്രാക്ട് ചെയ്യണം. അത് മാത്രമല്ല റൂട്ട് റേഡിയസ് ആയ 16 മില്ലിമീറ്ററും 2 പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വൽ ഡെപ്ത് ഓഫ് വെബ് കിട്ടുള്ളൂ. ആക്ച്വൽ ഡെപ്ത് ഓഫ് വെബ്, വെബിൻ്റെ ആക്ച്വൽ ഡെപ്ത് D എന്നുള്ള വാല്യൂ കിട്ടുള്ളൂ. സോ വി ഹാവ് ടു സബ്ട്രാക്ട് ഫ്രം 350 എന്തൊക്കെ സബ്ട്രാക്ട് ചെയ്യണം? 2 പ്രാവശ്യം 11.4. സോ 2 times 11.4 പ്ലസ് വേറെ എന്തും കൂടെ സബ്ട്രാക്ട് ചെയ്യണം, റൂട്ട് റേഡിയസും കൂടെ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 16 mm ഈസ് ദ റൂട്ട് റേഡിയസ്. അതും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ആക്ച്വൽ ഡെപ്ത് ഓഫ് വെബ്, വെബിൻ്റെ ആക്ച്വൽ ഡെപ്ത്. ഇനി ഡിവൈഡഡ് ബൈ TW. വാട്ട് ഈസ് TW? TW എന്ന് വെച്ചാൽ വെബിൻ്റെ തിക്നെസ് ആണ്. വെബ് തിക്നെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 7.40. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാം. സോ 350 മൈനസ് 2 ഇൻറ്റു വിതിൻ ബ്രാക്കറ്റ്സ് 11.4 പ്ലസ് 16 ചെയ്യുമ്പോൾ നമുക്ക് 295.2 എന്ന് കിട്ടും. 295.2 ഡിവൈഡഡ് ബൈ 7.40. 295.2 ഡിവൈഡഡ് ബൈ 7.4 ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് 39.9. 39.9 എന്നുള്ള റേഷ്യോ കിട്ടും. നമുക്ക് IS കോഡ് പറയുന്നത് എന്താണ്? D/TW. ഫോർ ദിസ് ഈസ് ഫോർ വെബ് ആണ് കേട്ടോ. ദിസ് ഈസ് ഫോർ വെബ് ആൻഡ് ദിസ് വാസ് ഫോർ ഫ്ലാഞ്ച്. ഫ്ലാഞ്ചിന് വേണ്ടിയുള്ളതായിരുന്നു. ഓക്കെ, സോ വെബിൽ D/TW വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 84 എപ്സിലൺ. ഫോർ പ്ലാസ്റ്റിക് സെക്ഷൻ ആവണമെങ്കിൽ 84 എപ്സിലിനേക്കാളും കുറവായിരിക്കണം. ഇഫ് പ്ലാസ്റ്റിക് 84 എപ്സിലൺ ആയിരിക്കണം. ഓക്കെ, അതിനേക്കാളും കുറവായിരിക്കണം. 84 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 250/FY. FY വാല്യൂ നമുക്കറിയാം 250 തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 84. 84-നേക്കാളും കുറവാണോ 39.9? യെസ്. Therefore, D/TW is less than 84 epsilon, implies web is a plastic section. Okay, plastic section ആണെന്ന് ചെക്ക് ചെയ്തു. സോ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത ISLB 350 എന്നുള്ള സെക്ഷൻ, ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് സെക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെക്കും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു ചെക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ 4ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് 5ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചൂസ് ചെയ്ത ISLB
350 എന്നുള്ള സെക്ഷനുണ്ട്. ആ സെക്ഷൻ്റെ ആഡിക്വസി ആണ് ചെക്ക് ചെയ്യുന്നത്. ആഡിക്വസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി അത് ഈ ബീം റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻറ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ഈ ബീം റെസിസ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്ത ടോട്ടൽ ഫാക്റ്റേർഡ് ലോഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് 61.5. ഓക്കെ, ഇറ്റ് ഈസ് 61.5 kN/m ആയിരുന്നു. പക്ഷേ ഈ 61.5-ൽ ഫാക്റ്റേർഡ് സെൽഫ് വെയ്റ്റ് നമ്മൾ അപ്രോക്സിമേറ്റാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ് സെൽഫ് വെയ്റ്റ് ആണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ ആക്ച്വൽ സെൽഫ് വെയ്റ്റ് അതല്ല. ഓക്കെ, ആക്ച്വൽ സെൽഫ് വെയ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത സെക്ഷൻ്റെ സെൽഫ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 49.5 kg/m. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കിലോ ന്യൂട്ടണിലോട്ട് മാറ്റുകയാണെങ്കിൽ കിലോഗ്രാമിനെ ആദ്യം ന്യൂട്ടണിലോട്ട് കൺവെർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 49.5 ഇൻറ്റു അപ്രോക്സിമേറ്റ്ലി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 49.5 ഇൻറ്റു 10 വിൽ ഗിവ് യു 495 Nm. ഓക്കെ, ഇതിനെ കിലോ ന്യൂട്ടണിലോട്ട് ആക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. സോ 0.495 kN/m. ഓക്കെ, സോ ദിസ് ഈസ് അപ്രോക്സിമേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ 9.8 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടിരുന്നത്. ഞാൻ ഇതിനെ 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു അപ്രോക്സിമേറ്റ്. ഓക്കെ, സോ 0.495 kN/m ആയിരുന്നു ശരിക്കും വരേണ്ടിയിരുന്നത്. നമ്മൾ പക്ഷേ 1 kN/m ആണ് ഇതിൻ്റെ സെൽഫ് വെയ്റ്റ് എന്ന് അസ്യൂം ചെയ്തതുകൊണ്ട്, കുറച്ച് എക്സ്ട്രാ സേഫായിട്ട് നമ്മളിവിടെ അസ്യൂം ചെയ്തതുകൊണ്ട് അത് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അത് ചെക്ക് ചെയ്യുക. അപ്പോൾ 1 kN എന്ന് പറഞ്ഞ് കൊടുത്തതുകൊണ്ട് സേഫ് തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം 61.5 എന്നുള്ള ആ ലോഡ് സേഫായിട്ട് നമുക്ക് വരും. ഓക്കെ, അത് റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയാൽ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ്റെ ആഡിക്വസി നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി. അതിൽ സെൽഫ് വെയ്റ്റ് ഇപ്പോൾ 1-നേക്കാളും കൂടുതലായിരുന്നു നമ്മൾ ചൂസ് ചെയ്ത ഐ സെക്ഷൻ്റെ സെൽഫ് വെയ്റ്റ് എങ്കിൽ നമ്മളിവിടെ ഈ സ്റ്റെപ്പ് ഒന്നും കൂടെ റീകാൽക്കുലേഷൻ ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഡിറ്റർമിൻ ദ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത അതേ പേജ് തന്നെയാണ്, പേജ് നമ്പർ 53-ൽ അതേ ഇക്വേഷൻ ഉപയോഗിച്ച് ഒന്നും കൂടെ കണ്ടുപിടിക്കുക. ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്തിൻ്റെ ഇക്വേഷനാണ് ഈ നമ്മൾ ഉപയോഗിച്ച MD = βB ZP FI ഗാമ എമ്മോ. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച സെക്ഷൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിനേക്കാളും അത് കൂടുതലാണോ, സ്ട്രെങ്ത് കൂടുതലാവണം എപ്പോഴും. ഓക്കെ, അത് കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട ക്ലോസ് ആണ് ക്ലോസ് 8.2.1.2. ഓക്കെ, സോ അത് കണ്ടുപിടിക്കുക. സോ MD ഈ സെക്ഷന് വേണ്ടിയാണ്. സോ MD = βB ZP FY ഡിവൈഡഡ് ബൈ ഗാമ എമ്മോ. ഓക്കെ, സോ ബീറ്റ ബി എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് സെക്ഷൻ ആയതുകൊണ്ട് βB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. ഓക്കെ, സോ പ്ലാസ്റ്റിക് ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇറ്റ് ഈസ് പ്ലാസ്റ്റിക് സെക്ഷൻ. സോ 1 ഇൻറ്റു ZP എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സെക്ഷൻ്റെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ്. ദാറ്റ് ഈസ് 851.1 cm3. അതിനെ നമ്മളിവിടെ mm3 എഴുതേണ്ടത്. സോ 851.1 ഇൻറ്റു 10⁻³ എന്ന് വേണം എഴുതാൻ. ഇൻറ്റു FY ഈസ് 250, അത് നമുക്കറിയാം. ഡിവൈഡഡ് ബൈ ഗാമ എമ്മോ ഈസ് 1.1. ഓക്കെ, സോ അതൊന്ന് ചെക്ക് ചെയ്യാം. 851.1 ഇൻറ്റു 10⁻³ ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 1.1. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 193. ഓക്കെ, 193 kN/m എന്ന് കിട്ടും. 193 kN/m. ഒരു ഡെസിമലുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം അത് എടുക്കുന്നില്ല. 193.4 ഉണ്ട്, അല്ലെങ്കിൽ അതും കൂടെ എഴുതാം. ഓക്കെ, 193.4 kN/m
മീറ്റർ. അപ്പോൾ നമ്മളിനി നോക്കേണ്ടത് നമ്മുടെ ബീമിൻ്റെ ബെൻഡിങ് സ്ട്രെങ്ത് ആണ് ഇത്. പക്ഷേ അപ്ലൈ ചെയ്ത ലോഡ് കാരണമുള്ള മൊമെൻ്റ് എത്രയാണ്? 192 വരുന്നുണ്ട്. അതായത് 193 എന്ന് പറഞ്ഞ സ്ട്രെങ്ത് അതിനേക്കാളും കുറവാണ് അതിൽ ഈ ലോഡ് കാരണമുണ്ടായ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, മാക്സിമം വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് 192 വരുന്നുള്ളൂ. സോ സിൻസ് mu is less than md, beam is safe. Beam safe ആണ്. ഓക്കെ, ബീം ഈസ് സേഫ് ഇൻ മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാൻ അത് സേഫ് ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് 1-2 കാര്യങ്ങളും കൂടെ ഇവിടെ പറയുന്നുണ്ട്. To avoid irreversible deformation under serviceability loads, MD shall be less than 1.2 ZeFi by gamma mo in case of simply supported beam ആണെങ്കിൽ ഈ വാല്യൂവിനെക്കാളും കൂടെ കുറവായിരിക്കണം. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് കാൻറ്റിലീവർ ബീംസ് ഈ തന്നിരിക്കുന്ന 1.5 ZeFi by gamma മോയിനെക്കാളും കുറവായിരിക്കണം. അപ്പോൾ നമ്മുടെ കേസിൽ സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് MD വാല്യൂ ഈ തന്നിരിക്കുന്ന 1.2 Zeയേക്കാളും കുറവാണോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. സോ 1.2 ZeFi by gamma mo എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ആൻഡ് വി മസ്റ്റ് പ്രൂവ് ദാറ്റ് MD മസ്റ്റ് ബി ലെസ് ദാൻ ദാറ്റ് വാല്യൂ. എങ്കിൽ മാത്രമേ അൺനെസസറി ആയിട്ടുള്ള ഈ ചില പ്രത്യേക സാഹചര്യത്തിൽ സർവീസബിലിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഈ ടൈപ്പിലുള്ള ചെക്കുകളും കൂടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, സോ 1.2 ZE 1.2 ഇൻറ്റു ZE എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. 751.9 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതിനെ മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യണം. Into Fi is 250 divided by gamma mo, that is 1.1. ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് എത്ര മൊമെൻറ്റ് വരുമെന്ന് നോക്കാം. ദറ്റ് ഈസ് 1.2 ഇൻറ്റു 751.9 ഇൻറ്റു 10⁻3. ഓക്കെ, ശരിയായില്ല. 1.2 ഇൻറ്റു 751.9 ഇൻറ്റു 10⁻3 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ 1.1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 205 ഇൻറ്റു 10⁻6, ദറ്റ് ഈസ് 205 kN മീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിനേക്കാളും കുറവായിരിക്കണം MD വാല്യൂ. നമുക്കത് കുറവാണ്. അപ്പോൾ നമ്മുടെ ബീം ഇറ്റ് ഈസ് സേഫ് ഇൻ റെസിസ്റ്റിംഗ് ദ ഇറിവേഴ്സിബിൾ ഡിഫോർമേഷൻസ് ഓൾസോ. സോ സിൻസ് MD is less than 1.2 ZeFi by gamma mo, this beam is safe in resisting irreversible deformations also. Irreversible deformations. Okay, irreversible deformations due to serviceability conditions. Okay, സർവീസബിലിറ്റി ലോഡ്സ് കാരണമുള്ള ഇറസിബിൾ ഡിഫോർമേഷൻസ് റെസിസ്റ്റ് ചെയ്യാനും ഇതിന് കപ്പാസിറ്റി ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുകയാണ്. ഓക്കെ, സോ ബീം അഡീഷണലി സേഫ് ആണെന്നാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഡിറ്റർമിൻ ദ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് ഓഫ് എനി ബീം. ഒരു ബീമിൻ്റെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. ബീമിൻ്റെ ബെൻഡിങ് സ്ട്രെങ്ത് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്തോളൂ. ഇനി അടുത്ത ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. അതും വളരെ പ്രധാനമാണ്. നമുക്ക് പരീക്ഷയ്ക്ക് പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. ഒരു ബീമിൻ്റെ ഷിയർ സ്ട്രെങ്തും ബെൻഡിങ് സ്ട്രെങ്തും പ്രത്യേകം കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, സോ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബീം. ഷിയർ സ്ട്രെങ്ത് ഓഫ് ബീം കണ്ടുപിടിക്കാനും നമുക്ക് IS കോഡിൽ പ്രൊവിഷൻസ് ഉണ്ട്. നമുക്കത് നോക്കാം. ഓക്കെ, സോ പേജ് നമ്പർ 59 എടുക്കുക. ക്ലോസ് 8.4 അതാണ് ഷിയർ സ്ട്രെങ്തിനെ കുറിച്ച് പറയുന്നത്. ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ VD എന്നാണ് പറയുന്നത്. ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ ഫോഴ്സ്. ഈ VD ഈസ് ഈക്വൽ ടു VN ബൈ ഗാമ mo എന്നാണ് പറയുന്നത്. ഓക്കെ, VN by gamma mo. So design shear strength VD is equal to VN by gamma mo. And what is that VN? VN is equal to VP എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷിയർ റെസിസ്റ്റൻസ് ആണ് VP. സോ VP is equal to അതും തന്നിട്ടുണ്ട് AV ഇൻറ്റു FYW ഡിവൈഡഡ് ബൈ √3. ഓക്കെ, AV ഇൻറ്റു FY
ഡബ്ല്യു ഡിവൈഡഡ് ബൈ √3. അതിൽ എ വി എന്ന് പറയുന്നത് ഷിയർ ഏരിയയാണ്. ഓക്കെ, എ വി എന്ന് പറയുന്നത് ഷിയർ ഏരിയയാണ്. ഈ ഷിയർ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബീമിന് ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹോട്ട് റോൾഡ് സെക്ഷൻ ആണെങ്കിൽ, നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് റോൾഡ് സെക്ഷനാണ്, ഹോട്ട് റോൾഡ് സെക്ഷനാണ്. അവിടെ ഷിയർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന എ വി കാൽക്കുലേറ്റ് ചെയ്യുന്നത് H/TW ആണെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് H? H ഈസ് ദ ഓവറോൾ ഡെപ്ത് ഓഫ് സെക്ഷൻ. ഓക്കെ, നമ്മുടെ ബീമിൻ്റെ ഓവറോൾ ഡെപ്ത് 350 mm ആണ്. സോ H ഈസ് 350 ഇൻറ്റു TW. വാട്ട് ഈസ് TW? TW എന്ന് പറയുന്നത് വെബ് തിക്നെസ് ആണ്, തിക്നെസ് ഓഫ് വെബ്. അത് നമുക്കറിയാം. ഓക്കെ, വെബ് തിക്നെസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയത് 7.4 mm ആണ്. ഓക്കെ, സോ എ വി വാല്യൂ കണ്ടുപിടിച്ചു. ഇതിനടുത്ത് വാട്ട് ഈസ് FYW? FYW എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് വെബ്. വെബിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് നമുക്കറിയാം. നമ്മുടെ ഐ സെക്ഷൻ്റെ ഈൽഡ് സ്ട്രെങ്ത് തന്നെ 250 Nm/mm² ആണ്. അപ്പോൾ വെബിൻ്റെ ഈൽഡ് സ്ട്രെങ്തും അത് തന്നെയാണ്. വെബും ഈ ഐ സെക്ഷനും ഒക്കെ ഒരേ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈൽഡ് സ്ട്രെങ്തും ഇറ്റ് ഈസ് സെയിം ആസ് 250 Nm/mm². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നോക്കുക, നമ്മൾ ഏത് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നത്? ക്ലോസ് 8.4 പ്രകാരമാണ് ചെയ്യുന്നത്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് VD ഈസ് ഈക്വൽ ടു VN/Γ/MO. ഓക്കെ, എന്താണ് VN? VN നമ്മൾ എഴുതി, ഇറ്റ് ഈസ് VP/Γ/MO. ഓക്കെ, VM N എന്ന് പറഞ്ഞാൽ VP ആണെന്ന് എഴുതി. ഇനി VP എന്താണെന്നും ക്വസ്റ്റ്യനിൽ നമ്മുടെ IS കോഡിൽ തന്നിട്ടുണ്ട്. VP ഈസ് നത്തിങ് ബട്ട് AVFYW ഡിവൈഡഡ് ബൈ √3 ആണെന്നാണ് തന്നിരിക്കുന്നത്. VP എന്ന് പറയുന്നത് AVFYW ഡിവൈഡഡ് ബൈ √3. അതിൻ്റെ കൂടെ ഈ Γ/M കൂടെ ഇടണം, എങ്കിലേ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, സോ ന്യൂമറേറ്റർ മാത്രമാണ് AVFY/√3, അതിൽ ഡിനോമിനേറ്ററും കൂടെ നമ്മൾ ഇട്ടു. ഓക്കെ, ഇനി അടുത്ത വാട്ട് ഈസ് AV? AV എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഹോട്ട് റോൾഡ് സെക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് H/TW, ടോട്ടൽ ഡെപ്ത് ഓഫ് സെക്ഷൻ ഇൻറ്റു തിക്നെസ് ഓഫ് വെബ് ഇൻറ്റു FYW, ബാക്കി എല്ലാ ടേംസും എഴുതുക, √3 Γ. ഓക്കെ, ഇനി ഈ ടേംസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് H? നമ്മളിവിടെ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന സെക്ഷൻ, നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് H? H ഈസ് ദ ഓവറോൾ ഡെപ്ത് ഓഫ് സെക്ഷൻ, ദാറ്റ് ഈസ് 350 mm ഇൻറ്റു വാട്ട് ഈസ് TW? ദാറ്റ് ഈസ് തിക്നെസ് ഓഫ് വെബ്, ദാറ്റ് ഈസ് 7.40 mm ഇൻറ്റു FYW. FYW എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷൻ്റെ വെബിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ്. ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 250 Nm/mm² ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു Γ/M. Γ/MO ഈസ് 1.10. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 350 ഇൻറ്റു 7.4 ഇൻറ്റു 250 ഡിവൈഡഡ് ബൈ √3 ഡിവൈഡഡ് ബൈ 1.1 will give you 339.85. 339.85 kilonewton ആണ് ഷിയർ ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഓക്കെ, 339.85 kilonewton ആണ് നമ്മൾ ചൂസ് ചെയ്ത ബീമിൻ്റെ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഷിയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ ഫോഴ്സ് എന്നൊക്കെ പറയാം. VD, ഡിസൈൻ ഷിയർ ഫോഴ്സ്. അപ്പോൾ ഇത്രയും ഷിയർ ഫോഴ്സ് ഇതിനുണ്ട്, ഈ ഷിയർ സ്ട്രെങ്ത് ഇതിനുണ്ട്. പക്ഷേ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഷിയർ ഫോഴ്സ് എത്രയാണ് ഈ ബീമിൽ വരുന്നതെന്ന് നമുക്കറിയാമോ? നമുക്കത് കണ്ടുപിടിക്കണം. ഓക്കെ, വാട്ട് ഈസ് ദ ഷിയർ ഫോഴ്സ് വിച്ച് ഇറ്റ് റിക്വയർസ് ടു റെസിസ്റ്റ്? ഓക്കെ, നമുക്ക് അറിയാം, നമുക്കൊരു UDL ആണെങ്കിൽ ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു UDL, ഡിസൈൻ ചെയ്യേണ്ട ഷിയർ ഫോഴ്സ് എത്രയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് റെസിസ്റ്റ് ചെയ്യേണ്ട പരമാവധി ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് WL/2 ആണ്. ഓക്കെ, സോ ഷിയർ ടു ബി റെസിസ്റ്റഡ് അതും ഫാക്റ്റേർഡ് ഷിയർ തന്നെ എടുക്കാം. ഫാക്റ്റേർഡ് ഷിയർ റെസിസ്റ്റഡ് എന്ന് പറയുന്നത് VU എന്നെടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? WL/2.
എന്താണ് ഡബ്ല്യു ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബ്ല്യു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫാക്ടേർഡ് ലോഡാണ് ഡബ്ല്യു. മൊമെൻ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ അത് തന്നെയാണ് എടുത്തത്. ഫാക്ടേർഡ് ലോഡായ 61.5 ആണ് ഡബ്ല്യു. ഇൻറ്റു എൽ ഈസ് 5 മീറ്റർ ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റ് ചെയ്യേണ്ട ഷിയർ എത്രയെന്ന് കിട്ടും. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും, ഇവിടെ സെൽഫ് വെയിറ്റ് നമ്മൾ അസ്യൂം ചെയ്തതാണ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള ബീമിൻ്റെ സെൽഫ് വെയിറ്റ് വേണമെങ്കിലും ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇതേ വാല്യൂ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കുറച്ച് അഡീഷണൽ ലോഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അസ്യൂം ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർഡ് ലോഡ് കണ്ടുപിടിച്ചത്. ഓക്കെ, 1 kN/m ആണ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. പക്ഷേ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദിസ് വാല്യൂ, ഈ വാല്യൂ ആണെങ്കിൽ കൂടിയും നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ്റെ അതിൻ്റെ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് കുറവാണ്. അതിൻ്റെ പകുതിയോളമേ വരുന്നുള്ളൂ. ഓക്കെ, 1.5 ഏകദേശം 0.5 അടുപ്പിച്ചുള്ള സെൽഫ് വെയിറ്റ് ആക്ച്വലി വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതലാണെന്ന് അസ്യൂം ചെയ്താലും തെറ്റില്ല, നമുക്ക് നമ്മുടെ ബീം സേഫ് ആണോ എന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് 61.5 ഇൻറ്റു 5/2 will give you 153. ഓക്കെ, 153.75 kN എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വലി റെസിസ്റ്റ് ചെയ്യേണ്ട ഷിയർ ഫോഴ്സ് 153 ഉള്ളൂ. ആൻഡ് ഈ ബീമിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? അതിന് 339 വരെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഈസ് ലെസ് ദാൻ VD അല്ലേ, ഹെൻസ് സേഫ് ഇൻ ഷിയർ. ഓക്കെ, സോ ദിസ് beam is very safe in shear. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഷിയർ ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ 6th സ്റ്റെപ്പ് വരെയായി. ഇനി ഒരു സ്റ്റെപ്പും കൂടെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് നമ്മൾ ഒറിജിനലി IS കോഡിൽ നമ്മൾ ബെൻഡിങ് സ്ട്രെങ്തിൻ്റെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ദ ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് ഷുഡ് നോട്ട് എക്സീഡ് 0.6 VD എന്ന്. ഓക്കെ, ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് ഒരു കാരണവശാലും 0.6 VDയേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ ആ ഒരു ചെക്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇതൊന്നും കണ്ടുപിടിക്കാതെയാണ് ഇത് ചെയ്തത്. പക്ഷെ നമുക്കിപ്പോഴാണ് VD വാല്യൂ കിട്ടിയത്, ഇപ്പോഴാണ് ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് കിട്ടിയത്. ഓക്കെ, സോ നമുക്ക് 0.6 VD ചെക്ക് ചെയ്യണം. ആൻഡ് വി മസ്റ്റ് ചെക്ക് ഇഫ് VU ഈസ് ലെസ് ദാൻ 0.6 VD ഓൾസോ. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് VU ലെസ് ദാൻ VD ആണെന്ന് ചെക്ക് ചെയ്തതേ ഉള്ളൂ. വി മസ്റ്റ് ചെക്ക് VU ഈസ് ലെസ് ദാൻ 0.6 VD, ദെൻ ഓൺലി വി ക്യാൻ യൂസ് ദാറ്റ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിക്കാമായിരുന്നത് അപ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ 0.6 VD കാൽക്കുലേറ്റ് ചെയ്യാം. 0.6 ഇൻറ്റു VD എന്ന് പറഞ്ഞത് 339.85 kN ആണ്. വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 339.85 ചെയ്യുമ്പോൾ 203 kN എന്ന് കിട്ടും. 203 kN. VU ഈസ് ലെസ് ദാൻ, VU എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 153 ആണ്. സോ VU ഈസ് ലെസ് ദാൻ 0.6 VD തന്നെയാണ്. ദെയർഫോർ സേഫ് തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് സേഫ് ബിക്കോസ് ആ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ചെക്ക് കൂടിയേ തീരുള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചെക്കും കൂടെ ഫൈനലി ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ടേക്കൺ കെയർ. അപ്പോൾ ഷിയർ സ്ട്രെങ്തിൻ്റെ ഡിസൈൻ അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് 7ാമത്തെ സ്റ്റെപ്പും കൂടെ പറഞ്ഞ് നമുക്ക് ഈ പ്രോബ്ലം വൈൻഡപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ ചെക്ക്. നമ്മൾ ഓൾറെഡി പഠിച്ചത് പ്രകാരം നമ്മുടെ ബീം അതിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂവും ഡിഫ്ലക്ഷൻ്റെ വാല്യൂസും എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. If the simply supported beam is subjected to a UDL, the maximum deflection it can take place is 5W_L⁴/384 EI. അപ്പോൾ അത് ശരിക്കും സേഫ് ആയിട്ടുള്ളൊരു ഡിഫ്ലക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഡിഫ്ലക്ഷൻ ഇൻ ദിസ് ബീം, ഈ ബീമിലെ ഏത് ഡിഫ്ലക്ഷനാണ്? മാക്സിമം ഡിഫ്ലക്ഷനാണ്. ഓക്കെ, സോ 5W_L⁴
by 384 EI. Okay, 5W raised to 4 by 384 EI. ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമുക്കതറിയാം. വാട്ട് ഈസ് W? ദറ്റ് ഈസ് ഫാക്ടേർഡ് ഫോഴ്സ് ആണ്. ഫാക്ടേർഡ് ലോഡ് ഈസ് 5 into 61.5 into, if L is 5 raised to 4 divided by, ഇപ്പോൾ 5 raised to 4 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് 384 എഴുതിയതിന് ശേഷം വരുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഇതെല്ലാം മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി സ്റ്റീലിനാണെങ്കിൽ 2 × 10⁵ Nm/mm² ആണ്. ഓക്കെ, 2 × 10⁵ Nm/mm² ആണ്. പക്ഷെ നമ്മളിവിടെ മുകളിൽ എഴുതിയ ലോഡ് കിലോ ന്യൂട്ടണിലും ലെങ്ത് എല്ലാം മീറ്ററിലുമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൺവെർട്ട് ചെയ്യണം. സോ 2 × 10⁵ കിലോ ന്യൂട്ടണെ കിലോ ന്യൂട്ടൺ ആക്കാൻ 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കിലോ ന്യൂട്ടൺ ആവുള്ളൂ. ഇനി ഡിനോമിനേറ്ററിൽ മില്ലിമീറ്റർ കിടക്കുന്നതിനെ മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10⁻³ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ. 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറയുന്നത് മില്ലിമീറ്ററിനെ ഇവിടെ നോക്കുക, മില്ലിമീറ്റർ² ഞാൻ മീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ്. ഒരു മില്ലിമീറ്റർ എന്ന് വെച്ചാൽ 10⁻³ മീറ്റേഴ്സാണ്. അപ്പോൾ മില്ലിമീറ്റർ² എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റേഴ്സാണ്. ഓക്കെ, മീറ്റർ സ്ക്വയർ. ഓക്കെ, 10⁻³ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻6 ഡിനോമിനേറ്ററിൽ വന്നു. ഓക്കെ, നൗ ഇതിനെ സ്യൂട്ടബിളി സോൾവ് ചെയ്യണം. ഈ -6 ഞാൻ ന്യൂമറേറ്ററിൽ കൊണ്ടുപോവുകയാണ്. ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 × 10⁵ × 10⁻6 × 10⁻³ അതായത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 × 10⁻8 കിലോ ന്യൂട്ടൺ/m². അപ്പോൾ ഇതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2 × 10⁵ സ്ഥാനത്ത് 2 × 10⁻8 ആണ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഇനി അടുത്ത മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ISLB 350 ഉള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ cm⁻⁴ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് IXS ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദറ്റ് ഈസ് 13158 cm⁴. 13158 cm⁴. ഇതിനെ മീറ്ററിലോട്ട് കൺവെർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻² മീറ്റേഴ്സാണ്. സോ 13158 × 10⁻² ദ ഹോൾ റൈസ് ടു 4 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് 13158 × 10⁻⁸ മീറ്റർ റൈസ് ടു 4 ആണ്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇൻറ്റു 13158 × 10⁻⁸ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ ഇത് വർക്കിംഗ് സ്പേസ് ആണ്. 5 × 61.5 × 5⁴ divided by 384 divided by 2 divided by 10⁸ divided by 13158 divided by 10⁻⁻8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.019 മീറ്റേഴ്സ്, അതായത് 19 മില്ലിമീറ്റേഴ്സ്. ഓക്കെ, 19 മില്ലിമീറ്ററാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സാറ്റിസ്ഫാക്ടറി ആണോ എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ 19 മില്ലിമീറ്ററിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു IS കോഡിൽ പേജ് നമ്പർ 31 എടുക്കുക. ഓക്കെ,
അപ്പോൾ അവിടെ ഒരുപാട് ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ ലിമിറ്റ്സിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് അസ്യൂം ചെയ്യാം. ക്വസ്റ്റ്യനിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ എന്തെടുക്കാം. ഇപ്പോൾ ഇതൊരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ ലൈവ് ലോഡ് വരുന്ന ഒരു കേസാണ്. ഓക്കെ, ലൈവ് ലോഡിൽ ഒരു സിമ്പിൾ സ്പാനാണ്, സിംപ്ലി സപ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞെടുത്തിട്ട് അതിനെ സ്പാൻ ബൈ 240 നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, സ്പാൻ ബൈ 240. അപ്പോൾ സ്പാൻ ബൈ 240 ആണ് ഡിഫ്ലക്ഷൻ ലിമിറ്റ്, പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ബൈ 240. സ്പാൻ എന്ന് പറയുന്നത് 5 മീറ്റർ ആണെന്ന് നമുക്കറിയാം. 5 ഡിവൈഡ് ബൈ 240. 5 എന്ന് പറയുന്നത് മീറ്ററിലായതുകൊണ്ട് കിട്ടുന്ന ആൻസർ മീറ്ററിലായിരിക്കും. ഓക്കെ, 5 ഡിവൈഡ് ബൈ 240 നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.021 മീറ്ററാണ്, അതർവൈസ് 21 മില്ലിമീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫ്ലക്ഷൻ, നമ്മുടെ ബീമിലെ നമ്മൾ ഉപയോഗിക്കുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 19 മില്ലിമീറ്ററാണ്. ഓക്കെ, ആ കേസിൽ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 21 മില്ലിമീറ്ററാണ്. അതായത് മാക്സിമം പെർമിറ്റഡ് ഡിഫ്ലക്ഷനേക്കാളും വളരെ കുറവാണ് നമ്മൾ ഈ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ബീമിലുണ്ടായ ഡിഫ്ലക്ഷൻ. ഓക്കെ, സോ we have chosen a beam which is serviceable. Okay, so serviceability condition for deflection is satisfactory. Okay, so this is about the design of beams. Okay, അപ്പോൾ ബീം ഡിസൈനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതിൽ പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം, 2 ടൈപ്പ് ലോഡുണ്ട്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായ ഡെഡ് ലോഡും ലൈവ് ലോഡും തന്നിട്ടുണ്ട്. ഇത് ലാറ്ററലി സപ്പോർട്ടഡ് ബീമാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ലോഡുകളെല്ലാം ഫാക്ടർ ചെയ്തു. ഡെഡ് ലോഡിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ലൈവ് ലോഡിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സെൽഫ് വെയിറ്റ് അറിയാത്തത് കൊണ്ട് വി ഹാവ് അസ്യൂംഡ് ഇറ്റ് ആസ് 1 kN/m. സിൻസ് ഇറ്റ് ഈസ് എ ഡെഡ് ലോഡ് 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചു ഇൻ kN/m. ഇനി ലോഡ് കിട്ടിയ സ്ഥിതിക്ക് ആ ബീം റെസിസ്റ്റ് ചെയ്യേണ്ട ഈ ലോഡ് കാരണം ഉണ്ടാകുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അതായിരിക്കണം, അത് മിനിമം അത്രയും മൊമെൻറ്റെങ്കിലും അത് റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL, WL² ഈസ് ദ മാക്സിമം മൊമെൻറ്റ് ദാറ്റ് ക്യാൻ ഡെവലപ്പ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ഇനി എന്ത് ചെയ്തു, നമ്മൾ IS കോഡിലെ ലാറ്ററലി സപ്പോർട്ടഡ് ബീമിൻ്റെ മൊമെൻറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതിയെടുത്തു. അതിൽ നിന്ന് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ ഇക്വേഷനിലേക്ക് അത് മാറ്റിയെടുത്തു. അതിൽ മൊമെൻറ്റിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് അറിയാവുന്ന വാല്യൂസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കിട്ടുമ്പോൾ നമുക്ക് അനക്സ് ഹെച്ചിൽ നിന്ന് എന്ത് കിട്ടും? ഫ്രം അനക്സ് ഹെച്ചിൽ നിന്നുമാണ് നമ്മളൊരു സെക്ഷൻ ചൂസ് ചെയ്തു, ISLB 350 എന്നുള്ള ഒരു സെക്ഷൻ. അതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസും നമ്മൾ എഴുതിയെടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചൂസ് ചെയ്ത സെക്ഷൻ ഏത് ക്ലാസ്സിൽ പെടുന്നതാണ്, ഏത് കാറ്റഗറിയിൽ പെടുന്ന, ഏത് പ്ലാസ്റ്റിക് സെക്ഷൻ കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ആ ഐഡൻറ്റിഫിക്കേഷനാണ് അടുത്ത് ചെയ്യുന്നത്. നമ്മളെടുത്ത ബീമിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് കംപ്രഷൻ ഫ്ലാഞ്ച് മെമ്പറും പിന്നെ ഉള്ളത് വെബുമാണ്. അപ്പോൾ കംപ്രഷൻ ഫ്ലാഞ്ചും വെബിനും പ്രത്യേകമായിട്ട് ഈ ചെക്ക് ചെയ്യണം. അതിന് കംപ്രഷൻ ഫ്ലാഞ്ചിന് ടേബിൾ 2 നിന്നുള്ള റേഷ്യോയും വെബിന് ടേബിൾ 2 നിന്നുള്ള റേഷ്യോയും എഴുതിയെടുത്തു. പ്ലാസ്റ്റിക് ആകണമെങ്കിലുള്ള ആ റേഷ്യോ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചു. ആ ജോമെട്രിയിൽ നിന്നും, ആ സെക്ഷൻ്റെ ജോമെട്രിയിൽ നിന്നും ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും നമുക്ക് അവസാനം കിട്ടിയത് എന്താണ്? ഫ്ലാഞ്ച് ആയാലും വെബ് ആയാലും പ്ലാസ്റ്റിക് സെക്ഷനാണെന്ന് നമുക്ക് കിട്ടി.
അപ്പോൾ ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ബെൻഡിങ് സ്ട്രെങ്ത് ഓഫ് ബീം ആൻഡ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ബീം. ബെൻഡിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒറിജിനൽ ഇക്വേഷനായ 8.2.1.2 ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസുമായി കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തപ്പോൾ റെസിസ്റ്റ് ചെയ്യേണ്ട മൊമെൻറ്റിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട് നമ്മുടെ ബീമിന്. അതുകൊണ്ട് ഇറ്റ് ഈസ് സേഫ്. ഇനി IS കോഡിലെ പ്രൊവിഷനായ 1.2 ZeFy/γMO എന്നുള്ള മൊമെൻ്റ് വാല്യൂവിനേക്കാളും കുറവാണോ എന്നുള്ള ചെക്കും കൂടെ നമ്മൾ ചെയ്യേണ്ടി വന്നു. കാരണം എന്താണ്, ഇറിവേഴ്സിബിൾ ഡീഫോർമേഷൻസ് ഡ്യൂ ടു സർവീസബിലിറ്റി ലോഡ്സ് ഉണ്ടാകുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതും ലെസർ വാല്യൂ ആണ്, നമ്മുടെ MD വാല്യൂ എന്ന് കിട്ടി. സോ ഇറ്റ് ഈസ് സേഫ്. ഇനി അടുത്ത ഷിയർ സ്ട്രെങ്ത് ഓഫ് ബീം കണ്ടുപിടിക്കണമായിരുന്നു. അതിന് VD വാല്യൂ ക്ലോസ് 8.4 നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലാ ടേംസും കോഡൽ പ്രൊവിഷനിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. സോ VD ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിച്ചു. ഇനി എത്രയായിരുന്നു ഒറിജിനൽ ലോഡ് കൊണ്ടുണ്ടാകുന്ന ഷിയർ ഫോഴ്സ്? അതൊരു UDL ആണെങ്കിൽ നമുക്ക് WL/2 ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് VU ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. ആൻഡ് ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് ഇസ് ഫൗണ്ട് ടു ബി ലെസ് ദാൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ബീം. ബീം സ്ട്രെങ്തിനേക്കാളും എന്തായാലും കുറവാണ്, അതുകൊണ്ട് സേഫാണ്. പക്ഷേ തീർന്നിട്ടില്ല. നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ VU മസ്റ്റ് ബി ലെസ് ദാൻ 0.6 VD. ആ ചെക്കും കൂടെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചെക്കും കൂടെ നമ്മൾ ചെയ്യും. VU ഇസ് ഫൗണ്ട് ടു ബി ലെസ് ദാൻ 0.6 VD. അപ്പോൾ ഇത്രയും ചെക്ക് ചെയ്തു. അപ്പോൾ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത്, ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ബീമിന് കണ്ടുപിടിച്ചു. ഇത്രയും ചെക്ക് ചെയ്ത സ്ഥിതിക്ക് അടുത്ത ഫൈനൽ സ്റ്റെപ്പാണ് ഡിഫ്ലക്ഷൻ ചെക്ക്, സർവീസബിലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. നമുക്ക് നമ്മൾ ചൂസ് ചെയ്ത ബീം കൊണ്ടുണ്ടാകുന്ന പരമാവധി ഡിഫ്ലക്ഷൻ എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, അത് കാൽക്കുലേറ്റ് ചെയ്തു. പെർമിസിബിൾ ഡിഫ്ലക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. പേജ് നമ്പർ 31-ലെ ടേബിൾ 6-ൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഓക്കെ, പെർമിസിബിൾ ഡിഫ്ലക്ഷൻ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. മാക്സിമം ഡിഫ്ലക്ഷൻ എത്ര വരെ ആകാം എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ ടേബിൾ 6 പറയുന്നത്. അപ്പോൾ അതിൽ സ്പാൻ ബൈ 240 നമ്മൾ ചൂസ് ചെയ്തത്. അത് വെച്ച് നോക്കുമ്പോൾ 21 mm ഡിഫ്ലക്ഷൻ വരാം. പക്ഷേ നമ്മുടെ ബീമിൽ പരമാവധി 19 mm ഡിഫ്ലക്ഷനെ നമ്മൾ ഈ ഫാക്ടേർഡ് ലോഡ് കൊടുക്കുമ്പോൾ പോലും ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് സർവീസബിലിറ്റി കണ്ടീഷൻ ഈസ് ഫുൾഫിൽഡ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഡിസൈൻ എ ബീം. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.